വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിച്ച സംഭവം തന്നെയാണ്. അവിടെ 4-5 പേരെ കൊലപ്പെടുത്തിയ വാർത്ത പോലീസ് അറിയുന്നത് പ്രതിയായ അഫാൻ അയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഈ വിവരം പറയുകയായിരുന്നു. താനെ ഒരു 6 പേരെ കൊലപ്പെടുത്തിയിട്ടാണ് വരുന്നതെന്ന് അമ്മയും കൂടെ ചേർത്താണ് പറഞ്ഞത്. പോലീസ് ഈ പയ്യൻ തമാശ പറയുന്നതാണെന്ന് തോന്നുന്നു. 21 വയസ്സേ പ്രായമുള്ളൂ. ഒരു ഓട്ടോ പിടിച്ച് നേരെ പോലീസ് സ്റ്റേഷൻ വന്നിട്ടാണ് വിവരം അറിയുന്നത്. പോലീസ് എന്തായാലും ഒന്ന് വെരിഫൈ ചെയ്തപ്പോഴാണ് ആ കേസിൻ്റെ ക്രൂരമായ ആ സംഭവം മനസ്സിലാകുന്നത്. ആദ്യം വല്യമ്മയെ പോയി കണ്ടു, വല്യമ്മയെ കൊന്നു എന്ന് പറഞ്ഞു. അത് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ മുഖേന വെഞ്ഞാറമൂട് പോലീസ്, കല്ലറ പാങ്ങോട് പോലീസ് അറിയിച്ച് പോയി നോക്കിയപ്പോൾ ശരിയാണ്. തുടക്കം അവിടെയാണ്. 90 വയസ്സുള്ള വല്യമ്മയാണ്. അവരെ തലയ്ക്ക് ചുറ്റുകൊണ്ട് അടിച്ചും അവരെ വെട്ടിയും നിഷ്ഠൂരമായി കൊലപാതകം നടത്തുകയായിരുന്നു. അവരുടെ കഴുത്തിൽ കിടന്ന മാല അത് അഫാൻ എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം നേരെ പിതാവിൻ്റെ അനിയൻ ഭാര്യയും അവരെയാണ് കൊല്ലുന്നത്. അത് ലത്തീഫ് എന്ന് പറഞ്ഞ CRP നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന് 61 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷാഹിദ. ഈ 2 പേരെ അവരുടെ വീട്ടിൽ ചെന്ന് 2 പേരെയും ചുറ്റിയേക്ക് അടിച്ചും വെട്ടിയും കൊന്നു. അതിനുശേഷം വീട്ടിൽ വന്ന് അവരുടെ അമ്മ താമസിക്കുന്ന, അല്ലെ അഫാൻ താമസിക്കുന്ന, അഫാൻ്റെ അനിയൻ താമസിക്കുന്ന ആ വീട്ടിൽ വന്ന് അനിയനെ കൊന്നു. അഫാൻ്റെ കാമുകിയെ ഫർസാന എന്ന പെൺകുട്ടിയെ 2ാം നിലയിൽ വെച്ച് കൊന്നു. അവിടെയുള്ള ഒരു കസേരയിൽ ആ കുട്ടി മരിച്ചു കിടക്കുന്ന, കസേരയെ ചാഞ്ഞ് മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു. ആ കുട്ടിയുടെ മുഖമാണ് ചുറ്റിയേക്ക് അടിച്ച് വികൃതമാക്കിയത്. അതുപോലെ ഹെഡ് ഇഞ്ചുറിയും മുഖം നിറയെ ഒന്നിക്കൊടുത്ത് പല പ്രാവശ്യം അടിച്ച് പരത്തിയിരിക്കുന്നതായിട്ടാണ്. തൻ്റെ 10-13 വയസ്സുള്ള ഇളയ സഹോദരൻ്റെ തലക്കിട്ട് പിന്നിൽ വന്ന് ചുറ്റുകൊണ്ട് അടിച്ച് വീഴ്ത്തി അതിനെയും കൊന്നു. അമ്മയ്ക്ക് തലയ്ക്ക് അടി കിട്ടിയെങ്കിലും അമ്മ രക്ഷപ്പെട്ടു. വളരെ നാൾ ആശുപത്രി കിടന്നു. ഇപ്പോഴും ചികിത്സയിലാണ്. പിതാവ് സംഭവത്തിന് ശേഷം വിദേശത്തുനിന്ന് വരികയും ചെയ്തു. ഈ ഒരു സംഭവത്തിൻ്റെ അന്വേഷണം വെഞ്ഞാറമൂട് പോലീസും അതുപോലെ തന്നെ കല്ലറ പാങ്ങോട് പോലീസുമാണ് നടത്തിയത്. ആദ്യം കൊന്നത് വല്യമ്മയാണ്. 90 വയസ്സുള്ള വല്യമ്മയാണ് ആദ്യം കൊല്ലുന്നത്. സൽമ ബീബിയെ കൊന്നത്, അതിൻ്റെ കുറ്റച്ചാർജ് ഏതായാലും പോലീസ് തയ്യാറാക്കി. 88ാമത്തെ ദിവസം ചാർജ് ഷീറ്റ് കൊടുത്തു. 450 പേജുണ്ട് കുറ്റച്ചാർജ്. 120ഓളം സാക്ഷികളുണ്ട്. തൊണ്ടി മുതലായിട്ട് ചുറ്റിക ഉൾപ്പെടെ, മാല ഉൾപ്പെടെ 40 എണ്ണവും കോടതിയിൽ ഹാജരാക്കി. ഈ കല്ലറ പാങ്ങോട്ടെ 90 വയസ്സുള്ള അമ്മയുടെ അവിടെ കൂടെ ചെന്ന് പണം ചോദിക്കും. അവർക്ക് പണമില്ലാതെ വന്നപ്പോൾ ഒരു ദിവസം അവരുടെ ഒരു മോതിരം ചോദിച്ചു. അത് കൊടുത്തു അമ്മ. വല്യമ്മയാണ്, മകൻ്റെ മകനാണ്, അവരമ്മൂമ്മയാണ്. അതുകൊണ്ട് അവർ ഇവൻ്റെ സാമ്പത്തിക പ്രശ്നം ഇവനെ ഇഷ്ടമായതുകൊണ്ട് അവനൊരു മോതിരം കൊടുത്തു. അതിനുശേഷം പിന്നെ വന്ന് അമ്മയുടെ വല്യമ്മയുടെ മാല ചോദിച്ചു. അത് കൊടുത്തില്ല. ആ സമയത്ത് ആ മാല ചോദിക്കാൻ തൊട്ട് മുമ്പ് തൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളെ ആ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വല്യമ്മ അത് എതിർത്തു. അങ്ങനൊരു പെൺകുട്ടി ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ കഴിയില്ല. അതും ഒരു വൈരാഗ്യം. പിന്നെ സാമ്പത്തിക പ്രശ്നം തന്നെയായിരുന്നു കല്ലറ പാങ്ങോട് വല്യമ്മയെ കൊല്ലാനുള്ള കാരണം. അവർ മരിച്ചു കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് അവിടെ 1-2 വാള് കിടപ്പുണ്ട്. അവർ മലർന്ന് വീടിനകത്ത് കയറുന്നിടത്ത് തന്നെ അവർ
അടിയേറ്റ് മരിച്ചു കിടക്കുന്നത് നമ്മൾ കണ്ടു. അവരെ വീട്ടിലേക്ക് വരുന്ന CCTV ദൃശ്യം, 2 വീലർ ഇയാൾ വരുന്നത്, ആ വീട്ടിലോട്ട് മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ട് കയറുന്ന ആ വഴിയുടെ അവിടെ നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇയാളൊരു ക്ലെപ്റ്റോമാനിയാണ്, കൊല ചെയ്യുന്നതിന് താല്പര്യമുള്ള ആളാണ്, കൊല്ലുന്നതിന് രസം കാണുന്ന ആളാണ്. അവർ കാരണം ഒരാളെ അല്ല കൊന്നിരിക്കുന്നത്. വല്യമ്മയെ കൊന്നതിന് ശേഷം അന്നേ ദിവസം തന്നെ അപ്പൻ്റെ അനിയനും ഭാര്യയും കൊന്നു, തൻ്റെ കാമുകയെ കൊന്നു, തൻ്റെ ഇളയ 13 വയസ്സുള്ള അനിയനെ കൊന്നു, അമ്മയും കൊന്നു എന്നാണ് കരുതിയത്. അമ്മ ഏതായാലും ആ പരിക്കേറ്റെങ്കിലും അവർ സർവൈവ് ചെയ്തു. ഇത് ആദ്യത്തെ കുറ്റച്ചാർജാണ്. ഇനി 2 കുറ്റച്ചാർജുകൾ അവർ കൊടുക്കണം. അപ്പോൾ ഇയാൾ ജാമ്യത്തിൽ പോകാൻ ഇനി കഴിയില്ല. ആദ്യത്തെ കുറ്റച്ചാർജ് കൊടുത്തു, 88ാമത്തെ ദിവസം തന്നെ ചാർജ് ഷീറ്റ് കൊടുത്തുകൊണ്ട് വല്യമ്മയെ കൊന്ന കേസിൽ ഏതായാലും ഇനി ജാമ്യം കിട്ടില്ല. ജാമ്യത്തിന് പോയാൽ സ്കോപ്പില്ല എങ്കിൽ തന്നെയും ഓരോ കേസിനും ജാമ്യം കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിയമപരമായ പ്രതിവിധി. അതുകൊണ്ട് വല്യമ്മയുടെ കേസ് ഒരു കാരണവശാലും ഇനി ജാമ്യത്തിന് പോകാൻ പറ്റില്ല. കാരണം 90 ദിവസത്തിനുള്ളിൽ കുറ്റച്ചാർജ് അന്വേഷണം പൂർത്തിയാക്കി പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്തത് കൊണ്ട് അതിൻ്റെ ട്രയൽ തീർന്നു കഴിഞ്ഞ് അതിൻ്റെ വിധി അറിഞ്ഞിട്ട് മാത്രമേ അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയുള്ളൂ. വിധിയിലെ വെറുതെ വിട്ടാൽ പോകാം, ഇല്ലെന്നുണ്ടെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റോ ആ പണിഷ്മെൻറ്റിന് ആ രീതിയിൽ അങ്ങ് ജയിലിലേക്ക് പോകും. ജയിലിൽ പോയി കഴിഞ്ഞാൽ അടുത്ത കേസിൻ്റെ ട്രയൽ വീണ്ടും തുടങ്ങും, അല്ലെങ്കിൽ കുറ്റച്ചാർജ് പോലീസ് കൊടുക്കുമ്പോൾ. എന്തായാലും അഫാൻ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ആ വീട്ടിലുള്ള അനിയൻ്റെ കൊലപാതകം, അതുപോലെ തന്നെ കാമുകിയുടെ കൊലപാതകം, അറ്റംപ്റ്റ് മർഡർ അമ്മയുടെ, അത് വളരെ ക്രൂരമായ കൊലപാതകമാണ്. സ്വന്തം അനിയൻ 13 വയസ്സുള്ള കൊച്ചിനെ കൊല്ലുകയാണ്. അപ്പോൾ ഇതിൻ്റെ മോട്ടീവ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് മോട്ടീവ് എന്താണ്? വല്യമ്മയെ കൊന്നതിൻ്റെ മോട്ടീവ് എന്തിനാണ് അവരെ കൊന്നത്? ആ മാല എടുക്കാനായിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ അത് 27 എവിഡൻസ് ആക്ടിൻ്റെ പരിധിയിൽ വരും. കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞതനുസരിച്ച് ആ മാല പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അത് IPC ആണെങ്കിൽ അല്ല എവിഡൻസ് ആക്ട് ആണെങ്കിൽ 27 എവിഡൻസ് ആക്ടിൻ്റെ പരിധിയിൽ വന്നാൽ പ്രതി പറയുന്ന ഒരു കാര്യവും പോലീസിന് സ്വീകരിക്കാൻ കഴിയില്ല എങ്കിലും പ്രതി പറഞ്ഞ ശേഷം ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാല അല്ലെങ്കിൽ കൊന്ന സമയമെടുത്ത മാല പ്രതിയിൽ നിന്ന് കിട്ടുന്നെങ്കിൽ അത് 27 എവിഡൻസ് ആക്ടിൻ്റെ പരിധി വരുന്നതാണ്. അതിന് ഇപ്പോഴത്തെ പുതിയ BSA നിയമം അനുസരിച്ചാണെങ്കിൽ, തെളിവ് നിയമത്തിൻ്റെ പുതിയ നിയമം അനുസരിച്ചാണെങ്കിൽ 23 പ്രകാരം. അപ്പോൾ അത് കൃത്യമായിട്ട് പോലീസ് ഇതിനകത്ത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അമ്മയുടെ മാല ഇയാൾ കൊണ്ട് വിറ്റത് അത് പോലീസ് ഈ പ്രതിയുടെ സാന്നിധ്യത്തിൽ പ്രതി പറഞ്ഞ അറിവിന്മേൽ അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വല്യമ്മയെ കൊന്ന കേസിനകത്ത് സാക്ഷികൾ ഇല്ലെങ്കിലും തെളിവ് നിയമം അനുസരിച്ച് ആ മാല റിക്കവർ ചെയ്തതിൽ തന്നെ അയാളെ ഫിക്സ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു കേസിനകത്ത് തീർച്ചയായിട്ടും എവിഡൻസ് നല്ലതുണ്ട്. പക്ഷേ മോട്ടീവ് അത് പോലീസ് മാല എടുക്കാൻ ആണെന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. തൻ്റെ കാമുകയെ അവിടെ താമസിപ്പിക്കാൻ അനുവാദം കൊടുക്കാത്ത വൈരാഗ്യവും ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും മാല ആവശ്യം. അതിനു മുമ്പ് ഒരു മാലയ്ക്ക് മുമ്പ് ഒരു മോതിരം എടുത്തിരുന്നു. അത് വല്യമ്മ കൊടുത്തതാണ്. ഇപ്പോഴത്തെ അവർ ചോദിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ട് വല്യമ്മയെ ചുറ്റിയേക്ക് അടിച്ച് കൊല്ലുകയാണ്. കൊന്നെടുത്തുകൊണ്ട് പോയ സാധനമാണ്. അത് പ്രതിയിൽ തന്നെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ആ കേസിനകത്ത് ഒരു അക്വിറ്റൽ പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് ശിക്ഷിക്കപ്പെടും.